പഴയടം മോഹനൻ നമ്പൂതിരി പതിറ്റാണ്ടുകളായിട്ട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണ്. പക്ഷേ പഴയടം മോഹനൻ നമ്പൂതിരി എന്ന ഇടതുപക്ഷക്കാരനെ അപമാനിക്കാൻ, അദ്ദേഹത്തിൻ്റെ ജാതിയൊക്കെ വെച്ച് തന്നെ അപമാനിക്കാനും അപഹസിക്കാനും ഇട്ടുകൊടുത്തതാരാ? കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. ആരാ ചെയ്തത്? മറ്റൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടുള്ള മൊട്ട അരുൺ തന്നെയാണ് അത് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ പോലും ഈ പഴയടം മോഹനൻ നമ്പൂതിരി എന്ന ഈ അപമാനത്തിനായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിരുന്നോ? വരില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പടച്ചുവിട്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അവർ ഈ നിരന്തരമായിട്ട് സവർണർ അവർണർ എന്നൊക്കെ വെച്ച് ബ്രാഹ്മണിക്കൽ ഹെജ്മണിയും മറ്റുമൊക്കെ വെച്ച് ഇവരുടെ കൂടെ അല്ലാത്ത സവർണറായിട്ടുള്ള ആളുകളെ, അതായത് ഇവരുടെ കൂടെ അല്ലാതെ മറ്റ് പാർട്ടിയിൽ പോയാൽ ഇത്തരം അപവാദങ്ങൾ നിരന്തരം കേൾക്കും എന്ന ഭയത്താൽ, ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി പേടിച്ചിട്ടാണ്, അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടല്ല, പേടിച്ചിട്ടാണ് ഇവിടെയുള്ള 80% സവർണറും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ട് നടിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടോ നടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ അവർണർ എന്ന് പറയുന്നത് അതിനകത്ത് നായരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. അതിനു മുകളിലുള്ള ഇവർ എപ്പോഴും ആരോപിക്കുന്ന, ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ ബാല്യക്കാരാണ് എന്നാണല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത്. മുൻ നൂറ്റാണ്ടൊക്കെ മുൻനിർത്തിക്കൊണ്ട്, അതായത് കഴിഞ്ഞ നൂറ്റാണ്ട്, അതിന് മുമ്പുള്ള നൂറ്റാണ്ടിൽ അങ്ങനെയായിരുന്നു. ഇവിടെ ബ്രാഹ്മണം മേധാവിത്വമാണ്, അവരുടെ ബാല്യക്കാരാണ് ബാക്കിയുള്ളവരും എന്ന തരത്തിലാണല്ലോ ഇവരുടെ ഒരു നെരേറ്റീവ്. എന്നാൽ യാഥാർത്ഥ്യം നോക്കുക, ഇവർ ഈ ആരെയാണോ പറയുന്നത് ആ കൂട്ടരിൽ 80% ഇവരുടെ കൂടെയാണ്. EMS മുതലുള്ള ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവർ നിരന്തരം ആരോപിക്കുന്നത് BJPക്കെതിരെയാണ്. BJPയാണ് സവർണ പാർട്ടി എന്ന തരത്തിൽ ആരോപിച്ചിട്ട് ഇത്തരം ബ്രാഹ്മണിക്കൽ ഹെജ്മണിയും സവർണതയും പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ BJP അത് പ്രതിരോധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. BJPക്കാർ സംഖ്യകൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. CPMൻ്റെ കൂടെയുള്ള ഇത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് അവരുടെ പേര് സഹിതം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നിരത്തി വെച്ചു കൊടുക്കുക എന്ന ലളിതമായിട്ടുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. ഇത്രയും പറയാനുള്ള കാരണം, ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരുപക്ഷെ സാത്വികനായിട്ടുള്ള വ്യക്തിയാവാം, ആവണമെന്നോ ആവണ്ടെന്നോ ഒന്നുമില്ല, എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ രഘു എന്ന് പറഞ്ഞ ആൾ അന്തം കമ്മിയാണ്. അയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ? കലാമണ്ഡലം ഗോപിയാശാനെ കാണാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി ചെല്ലുന്നു, താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് ആരും വരണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയും താങ്കൾക്ക് പത്മഭൂഷൺ വേണ്ട എന്നൊക്കെ ചോദിക്കുന്നു. അല്ലേ, എനിക്ക് അറിയാമെന്നല്ലാണ്ട് ചോദിക്കുക. ഈ സവർണ്ണ കലാകാരൻ തന്നെയല്ലേ ഈ കലാമണ്ഡലം ഗോപിയാശൻ? സാധാരണക്കാരൻ്റെ കലയൊന്നുമില്ലല്ലോ ഈ കഥകളിയും മറ്റു സാധനമൊക്കെ. ഇതൊക്കെ വളരെ ചുരുക്കം ആളുകൾ മാത്രം കാണുന്ന, ചുരുക്കം ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കലാരൂപമാണ്. ഇതിന് ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമെന്നോ ഇവരൊക്കെ പറഞ്ഞാൽ വോട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്നോ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും സീരിയൽ നടിക്ക് പോലും 4 പേരെ സ്വാധീനിക്കാൻ പറ്റിയേക്കും. പക്ഷേ അത്ര പോലും സ്വാധീനമില്ലാത്തവരാണ് ഈ കലാമണ്ഡലം ഗോപിയും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ. അപ്പോൾ ഇവരിത് പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ? ഇവരൊന്ന് ചിന്തിക്കണം. എന്ത് പേടിച്ചിട്ടാണോ ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് നടിക്കുന്നത് ആ കാരണം ഇന്നും നിലനിൽക്കുന്നു. ഇന്നും അതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരും സുഡാപ്പികളും അവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരെ ആണ് പറയുന്നത് എങ്കിലും അവർ ലക്ഷ്യം വെക്കുന്നത് BJPയിലാണ്. പക്ഷേ BJPക്ക് ഇത് കൊള്ളേണ്ട കാര്യമൊന്നുമില്ല, സംഖ്യകൾ ഏറ്റുപിടിക്കേണ്ട കാര്യം പോലുമില്ല. ഉദാഹരണത്തിന് ഈ BJP സവർണ പാർട്ടിയാണ് എന്ന് നരേറ്റീവ് കുറച്ചെങ്കിലും ജനങ്ങൾ വിശ്വസിക്കാൻ കാരണം കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു എക്കോസിസ്റ്റം കൊണ്ടാണ്. നിങ്ങൾ ശരിക്കും വർത്തമാനകാലത്തിലേക്ക് നോക്കുക. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ BJPക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വോട്ടിൽ 70% കിട്ടുന്നത് OBC, ദളിത്, ആദിവാസി വോട്ടുകളാണ്. ഒരു സംശയമില്ലാതെ തന്നെ അത് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഗുജറാത്തിലേക്ക് നോക്കുക. ഗുജറാത്തിൽ 14.84% ആദിവാസികളുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്ത്. ഞാൻ ദളിതരെ കൂട്ടിയിട്ട് പോലും ആദിവാസികളുള്ള സ്ഥലമാണ്. 14.84. ഈ കണക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. കേരളത്തിൽ പോലും വെറും 1.5% ഉള്ളൂ. കേരളത്തിൽ 4-5 ലക്ഷത്തിനിടയ്ക്ക് മാത്രമാണ് ഇവരുടെ ജനസംഖ്യയെങ്കിൽ ഗുജറാത്തിൽ അത് 1 കോടിക്കടുത്താണ്. 1 കോടിക്കടുത്ത് ആദിവാസികൾ താമസിക്കുന്ന ഗുജറാത്ത് കഴിഞ്ഞ 7 തവണയായിട്ട് ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക? BJPയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ദളിത് ആദിവാസി വോട്ടുകൾക്ക് വളരെ നിർണായകമായിട്ടുള്ള പങ്കുള്ള സ്ഥലമാണ്. ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക? ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ജാതിയിൽ താഴ്ന്നവർ കോടിക്കണക്കിനുള്ള സ്ഥലങ്ങളിൽ ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക? ലോകസഭയിലെ മന്ത്രിമാരുടെ എണ്ണം നോക്കുക. 60% OBC, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. BJPയാണ് ഭരിക്കുന്നത്. പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും നോക്കുക, നേതാക്കളെ നോക്കുക, കിട്ടുന്ന വോട്ട് ഷെയർ നോക്കുക. ഇവിടെ എല്ലാം നമുക്കറിയാൻ പറ്റും. ഭൂരിപക്ഷത്തിൽ OBCയും അതേപോലെ ദളിതും ആദിവാസി വോട്ടുകളും തന്നെയാണ് BJPയുടെ ശക്തി. ആ BJP എങ്ങനെയാണ് സവർണ പാർട്ടിയാവുന്നത്? യഥാർത്ഥത്തിൽ സവർണ പാർട്ടി CPM ആണ്. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സവർണതയുള്ളത്. വിശ്വസിക്കണം. കാരണം ചിന്തിക്ക്, EMSഉം EK നയനാരും മരിച്ചതിന് ശേഷം മാത്രമാണ്
ഒരു OBC-കാരനായിട്ടുള്ള മുഖ്യമന്ത്രി CPM ഉണ്ടായത്. അത് VS അച്യുതാനന്ദനാണ്. അവർ ജീവിച്ചിരുന്ന കാലത്ത് പറ്റിയില്ല. ഇക്കാലത്ത് അതുപോലുള്ള തലപ്പൊക്കമുള്ള ഒരു സവർണ നേതാവ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയനും BS-ഉം ഒക്കെ മുഖ്യമന്ത്രി ആവാൻ പറ്റിയത്. മറ്റൊരു ഉദാഹരണം കൂടെയുണ്ട്. അവരുടെ ബംഗാളും ത്രിപുരയും നോക്കുക. അവിടെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. മൊത്തം എത്ര തവണ ആയിട്ടുണ്ടെന്ന് നോക്കുക. 7, 12, 13 തവണ അവർ മുഖ്യമന്ത്രിമാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ 13 തവണയും സവർണരല്ലാതെ വേറൊരാളും അവിടെ മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് സവർണ പാർട്ടി എന്ന് നോക്കുക? അത് CPM ആണ്, ഇടതുപക്ഷമാണ്. യഥാർത്ഥത്തിൽ BJP സവർണ പാർട്ടിയാണെന്ന് പറഞ്ഞ് ആരോപിക്കുകയാണ്. അവർ ഇനിയും നാളെയും ഇതുപോലെ സവർണത ആരോപിച്ച് ഈ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയൊക്കെ കൊണ്ടുവരുമ്പോൾ അത് പ്രതിരോധിക്കാൻ പോവുകയല്ല BJP ചെയ്യേണ്ടത്. പകരം അവരുടെ കൂടെയുള്ള ഇത്തരം കള്ള നാണയങ്ങളെ എക്സ്പോസ് ചെയ്ത് കൊടുക്കണം. അതായത് പഴയടം മോഹൻ നമ്പൂതിരി ആവട്ടെ, ഇപ്പോഴത്തെ ഗോപിയാശാനാവട്ടെ, ഇതുപോലെ കുറേ ആളുകൾ, എന്തിന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പോലും ഇടതുപക്ഷക്കാരനായിട്ടാണ് നടിക്കുന്നത്. OMV കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇടതുപക്ഷക്കാരനായിട്ടാണ് നടിക്കുന്നത്. ഇവരൊക്കെ മനസ്സുകൊണ്ട് ഇഷ്ടത്തോടെ ആയിരിക്കണമെന്നില്ല അവിടെ നിൽക്കുന്നത്, ഭയന്നിട്ടാണ്. കാരണം ഇവരുടെ നരേറ്റീവുകൾ ഭയന്നിട്ടാണ് അവിടെ പോകുന്നത്. എന്നിട്ടും അവരെന്ത് ഭയന്നിട്ടാണ് അവരുടെ കൂടെ നിൽക്കുന്നത്? ആ കാരണം ഇന്നും നിൽക്കുന്നു. ഇന്നും അതേ പേരിൽ തന്നെ അവർ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അപഹസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരെ കുറച്ചെങ്കിലും സേവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പോകുന്നത് സംഖ്യകൾ മാത്രമാണ്. പക്ഷേ ഇനിമേൽ സംഖ്യകൾ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും കൂടി നിന്ന് അവരുടെ കൂട്ടത്തിലുള്ള ആ സവർണതയെ പൊളിച്ചു കാണിച്ചാൽ മാത്രം മതി.